ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് ടെയിൽവിൻ CSSന്റെ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അധികം വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. ഏകദേശം ഒരു 4 വീഡിയോസിൽ കംപ്ലീറ്റ് കോഴ്സ് കവർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ റിയാക്ടിന്റെ ആണെങ്കിലും ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ആണെങ്കിലും അതിന്റെ കമന്റ് സെക്ഷനിൽ ചോദിച്ചൊരു ടോപ്പിക് ആയിരുന്നല്ലേ ടെയിൽവിൻ CSS. അപ്പൊ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ്, എന്താണ് ടെയിൽവിൻ CSS? അപ്പൊ ടെയിൽവിൻ CSSലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് CSS എന്താണെന്ന് അറിയില്ലേ? നമ്മുടെ ആപ്ലിക്കേഷന്റെ ഇന്റർഫേസിൽ അതിന് കോമ്പോണൻസിന് സ്റ്റൈൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് CSS യൂസ് ചെയ്തിട്ടാ അല്ലെ? കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്. അപ്പൊ നിങ്ങൾ CSS ഫ്രെയിം വർക്ക്സ് ഇതിന് മുന്നേയും യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? പോപ്പുലർ ആയിട്ടുള്ള ഒരു CSS ഫ്രെയിം വർക്ക് ആണ് ബൂട്ട് സ്ട്രാപ്പ്. ഇത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ഫൗണ്ടേഷൻ, സെമാന്റിക് UI, മെറ്റീരിയലൈസ്, ഇതൊക്കെ CSS ഫ്രെയിം വർക്ക്സ് ആണ്. ഇതുപോലൊരു CSS ഫ്രെയിം വർക്ക് ആണ് ടെയിൽവിൻ CSSഉം. അപ്പൊ ബാക്കിയുള്ള ഫ്രെയിം വർക്ക്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ടെയിൽവിൻ CSS പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ടെയിൽവിൻ CSS? അപ്പം ഇപ്പൊ ബൂട്ട് സ്ട്രാപ്പ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? അതൊരു ബിൽറ്റ് ഇൻ ആയിട്ട് കുറെ പ്രീ ബിൽഡ് കോമ്പോണൻസ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നാവിഗേഷൻ ബാർ, ഡ്രോപ്പ് ഡൗൺസ്, ഫോംസ്, ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രൊജക്റ്റില് ഈ കോമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി സപ്പോസ് നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിലോ, അതായത് നാവിഗേഷൻ ബാർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു മെനുവിന്റെ കളർ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ആവുമ്പം നമ്മൾ നമ്മുടെ ബ്രൗസറിൽ പോയി ഇൻസ്പെക്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അല്ലെങ്കിൽ അതിന്റെ CSS ഫയൽ ലൊക്കേറ്റ് ചെയ്ത് അതിന്റെ ബ്രൗസ് ചെയ്ത് അതിന്റെ ക്ലാസ് കണ്ടുപിടിച്ച് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിയെ നമ്മൾ സെപ്പറേറ്റ് ഒരു CSS ഫയൽ എഴുതി ഓവർറൈറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഫ്രെയിം വർക്ക്സും. അപ്പം ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടെയിൽവിൻ CSS നിങ്ങൾക്ക് പ്രീ ഡിഫൈൻഡ് കോമ്പോണൻസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് പകരം യൂട്ടിലിറ്റി ക്ലാസ്സസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ യൂട്ടിലിറ്റി ഫസ്റ്റ് CSS ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഈ യൂട്ടിലിറ്റി ക്ലാസ്സസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം HTML കോമ്പോണൻസിലേക്ക് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം. നമ്മൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒഴിവായി. ഒന്നാമത്തെ കാര്യം എന്താ? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എൻറ്റയർ ആപ്ലിക്കേഷന് CSS ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത് നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും ഈ ക്ലാസ്സിനെ. മാത്രമല്ല രണ്ടാമത്തെ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസ് ആണ്. അതായത് അൺയൂസ്ഡ് സ്റ്റൈൽസ് ആയിട്ട് നമ്മൾ പെർജിങ് എന്നാ പറയുന്നത്. അൺയൂസ്ഡ് സ്റ്റൈൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു സ്മോളർ CSS ഫയൽ ഇത് ജനറേറ്റ് ചെയ്യും പ്രൊഡക്ഷനിൽ. സോ നമുക്ക് ആപ്ലിക്കേഷനെ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഹൈലി കസ്റ്റമൈസബിൾ ആണ്. സോ അതുപോലെ തന്നെ പ്രീ ഡിഫൈൻഡ് യൂട്ടിലിറ്റി ക്ലാസ്സസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഡിസൈൻ കൺസിസ്റ്റൻസി നമ്മുടെ ഇന്റർഫേസിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ടെയിൽവിൻ CSSും അതിന്റെ മെയിൻ അഡ്വാൻറ്റേജസും. നമ്മൾ ഓരോ യൂട്ടിലിറ്റി ക്ലാസ്സസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോർഡിനേറ്റർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോർഡിനേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. വിഷ്വൽ സ്റ്റുഡിയോ, സബ്ലൈമോ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ടെയിൽവിൻ CSS എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്തൊരു index.html ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫയലിന്റെ അകത്താണ് ഈ ട്യൂട്ടോറിയലിലെ എല്ലാ കോഡിങ്ങും നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെ ഞാൻ VS കോഡിന്റെ 2 എക്സ്റ്റൻഷനും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ലൈവ് സെർവർ ആണ്. ഇത് ഡീഫാൾട്ട് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത് 5500 എന്ന് പറഞ്ഞിട്ടുള്ള ആ പോർട്ടിലാണ്. അപ്പൊ നമ്മുടെ ഫയലിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇന്റർഫേസിൽ അപ്ഡേറ്റ് ചെയ്തോളും. പിന്നെ രണ്ടാമത്തത് ടെയിൽവിൻ CSSന്റെ ഇന്റലിജൻസ് ആണ്. ഇത് നമുക്ക് ഓട്ടോ കംപ്ലീഷന് വേണ്ടിയിട്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ഫീച്ചർ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോ കംപ്ലീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ 2 എക്സ്റ്റൻഷനും ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കോഡിങ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ ആദ്യം ഒരു ബേസിക് HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ ടൈറ്റില് ടെയിൽവിൻ CSS ഒന്ന് ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മുടെ സിസ്റ്റത്തിൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കണം അല്ലെ? അത് നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ. അതായത് tailwinCSS.com പോയാൽ മതി. അതിൽ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ മെനു ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത് പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. NPM യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്ലേസ് CDN URL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം NPM യൂസ് ചെയ്തിട്ട് ഈ സീരീസിന്റെ എൻഡിൽ നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ മിനി പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ചെയ്യാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലേസ് CDNന്റെ URL ആണ്. നിങ്ങൾ ഈ പ്ലേസ് CDN എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതൊരു index.html സാമ്പിൾ ഫയൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹെഡ് ടാഗിൽ പോയി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ URL കിട്ടും കേട്ടോ. ഞാൻ ഈ സ്ക്രിപ്റ്റ് ടാഗ് ഒന്ന് കോപ്പി ചെയ്യുവാണ്. കോപ്പി ചെയ്തിട്ട് എന്റെ ഹെഡ് സെക്ഷനിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുവാണ്.
ഇനി നമുക്കിത് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെയിം HTML ഫയലിലേക്ക് തിരിച്ചു വരിക. അവിടെ ഒരു H1 ടാഗ് കൊടുത്തിട്ടുണ്ട്. ആ H1 ടാഗ് ഒന്ന് കോപ്പി ചെയ്തിട്ട് എഗെയിൻ ഞാൻ വന്നിട്ട് എന്റെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഈ H1 ടാഗിന്റെ കൂടെ ഒരു 2-3 CSS ക്ലാസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആക്ച്വലി ഇങ്ങനെ CSS ക്ലാസ് കൊടുക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ക്ലാസ് എല്ലാം ഡിഫൈൻ ചെയ്യും. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്യും, ഈ ഫ്രെയിം വർക്ക് ഈ ക്ലാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്ന് കണ്ടില്ലേ ബോൾഡ് ആയിട്ട് അണ്ടർലൈൻഡ് ആയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് ഈ ക്ലാസ് വേണമെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്തിട്ടും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ CSS ക്ലാസ് റിമൂവ് ചെയ്യുവാണ്, സേവ് ചെയ്യുന്നു. ഇവിടെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ HTML എങ്ങനെയാണോ H1 ടാഗ് കാണുന്നത് ആ ഒരു വിധത്തിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. Tailwind CSS ഫ്രെയിംവർക്സ് ഒരു സെറ്റ് ഓഫ് യൂട്ടിലിറ്റി ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇത് യൂസ് ചെയ്യാമെന്ന്. അപ്പൊ നമുക്ക് ഓരോ CSS ക്ലാസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് കളറിംഗ് ഓപ്ഷൻ ആണ് നോക്കുന്നത്. അതായത് എഗെയിൻ ഇവരുടെ ഡോക്യുമെന്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ അണ്ടറിൽ കളേഴ്സ് എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾ മെറ്റീരിയൽ യുഐന്റെ എന്റെ ഒരു സീരീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, മെറ്റീരിയൽ യുഐ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈബ്രറി നമുക്കൊരു പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് കളേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ. അതുപോലെ തന്നെ ഇവരും ഒരു പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് കളർ പാലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കസ്റ്റമൈസബിൾ ആണ് കേട്ടോ, നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇത് ഡീഫാൾട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കളർ പാലറ്റ് ആണ്. ഓക്കെ, ഈ കളർ പാലറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേ, സ്ലൈറ്റ്, ന്യൂട്രൽ, സ്റ്റോൺ, റെഡ് അങ്ങനെ ഒത്തിരി കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇപ്പൊ ഒരു കളർ, ഇപ്പൊ റോസ് കളർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഡിഫറെന്റ് ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അതായത് ഷെയ്ഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 50 തൊട്ട് 950 വരെ എല്ലാ കളേഴ്സിനും കളർ ഷെയ്ഡ്സും ഉണ്ട്. അപ്പൊ ഏത് ഷെയ്ഡാണോ നമുക്ക് വേണ്ടത് ആ ഷെയ്ഡ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് കളേഴ്സ് ആണ് സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ പി ടാഗിന്റെ ടെക്സ്റ്റിന് എങ്ങനെയാണ് ഈ CSS ക്ലാസ്സസ് യൂസ് ചെയ്തിട്ട് കളർ അപ്ലൈ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോ ഞാൻ ആദ്യം ഒരു ഹെഡ് ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. പാരഗ്രാഫ് ടാഗിന് നമുക്ക് ടെയിൽവിൻഡ് തന്നെ ക്യാപ്ഷൻ കൊടുക്കാം. ഇനി ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ക്ലാസ്സിൽ ടെക്സ്റ്റ് കളർ ആണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് control/ അടിക്കുക അവരുടെ ഡോക്യുമെന്റേഷനിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് സെർച്ച് ചെയ്യാം കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റ് കളറിന് സെർച്ച് ചെയ്യുവാണെങ്കിൽ ടെക്സ്റ്റ് കളർ എങ്ങനെയാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ കിട്ടും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ടെക്സ്റ്റ് കളർ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഈ ക്ലാസ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ഹൈഫൺ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കളർ ഹൈഫൺ ഏത് ഷെയ്ഡ് ആണോ ആ കളറിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ആ ഷെയ്ഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ കളർ പാലറ്റിലെ റോസ് കളർ അതിന്റെ 700 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെയ്ഡ് എങ്ങനെയാ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പി ടാഗിന് അപ്പൊ നമ്മൾ അതിന്റെ സിന്റാക്സ് പറഞ്ഞത് ടെക്സ്റ്റ് ഹൈഫൺ അതിന്റെ കളർ കൊടുക്കുക. അപ്പൊ നമുക്ക് റോസ് കളർ ആയതുകൊണ്ട് റോസ്, നമ്മൾ പറഞ്ഞത് 700 എന്നല്ലായിരുന്നു ആ ഷെയ്ഡ് നമ്പർ പറഞ്ഞത്. എങ്ങനെയാ വരുന്നതെന്ന് എഗെയിൻ ബ്രൗസറിൽ വന്നിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, അപ്പൊ കളർ പാലറ്റ് റോസ് കളർ ആ 700 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെയ്ഡിലെ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോസിന്റെ എല്ലാ ഷെയ്ഡ്സും ഒന്ന് കൊടുത്താലോ. ഞാനിതൊന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ ഞാൻ 50 തൊട്ട് 950 വരെയുള്ള എല്ലാ ഷെയ്ഡ്സും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ടെക്സ്റ്റിന്. നമുക്ക് ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിഷ്യലി അതിന്റെ ലൈറ്റ് കളർ അല്ലേ, അപ്പൊ നമുക്ക് അധികം ഡിസ്പ്ലേ ഇല്ല. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ കണ്ടില്ലേ, അങ്ങനെ ഫൈനലി ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ 950 ഷെയ്ഡ് വരെ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് കളറും ഷെയ്ഡും ചൂസ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കസ്റ്റമൈസ് ചെയ്യാം. അത് ഈ ടോപ്പിക്കിന്റെ എൻഡിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാ കസ്റ്റമൈസ് ചെയ്യുന്നതെന്ന്. അപ്പൊ ടെക്സ്റ്റ് കളർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊന്ന് കമന്റ് ചെയ്യുവാണ് കേട്ടോ, ടെക്സ്റ്റ് കളറിന്റെ ഓപ്ഷൻ ഒന്ന് കമന്റ് ചെയ്യുവാണ്. നെക്സ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. എഗെയിൻ നമുക്കൊരു പാരഗ്രാഫ് ടാഗിന് എങ്ങനെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് എഗെയിൻ ഇവരുടെ ഡോക്യുമെന്റേഷനിൽ വരിക. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കളറിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആവും. ബാക്ക്ഗ്രൗണ്ട്സിന്റെ അണ്ടറിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ കിട്ടും. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ടെക്സ്റ്റ് സെറ്റ് ചെയ്ത പോലെ BG എന്നാണ് അതിന്റെ ക്ലാസ്. ഹൈഫൻ ഇട്ടിട്ട് നേരത്തെ കൊടുത്ത പോലെ കളറും ഷെയ്ഡും സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കളർ ചൂസ് ചെയ്യാം. ഇത് ഗ്രീൻ എടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട്
ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് എന്ന് കൊടുക്കുവാണ്. നെക്സ്റ്റ് ഒരു പി ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ടെയിൽ വിൻഡ് തന്നെയാണ് അതിന്റെ ക്യാപ്ഷൻ കൊടുക്കുന്നത്. ക്ലാസിന്റെ അകത്ത് BG- ഗ്രീൻ കളറിലെ ഞാൻ പറഞ്ഞത്, അത് നമുക്ക് എഗെയിൻ 700 ഷെയ്ഡ് സെറ്റ് ചെയ്ത് നോക്കാം. എഗെയിൻ നമ്മളിവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനിന്റെ 700 ഷെയ്ഡിലുള്ള കളറ് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിട്ട് ഈ ടെക്സ്റ്റിന് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഈ ഗ്രീനിന്റെ എല്ലാ ഷെയ്ഡ്സും എങ്ങനെ ഇതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ 100 കൊടുക്കുന്നു, 200, 300, 400 വരെ കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ടെക്സ്റ്റും കളറും അപ്ലൈ ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ കളർ സെറ്റ് ചെയ്യുകയും, ഞാൻ റോസ് ആണ് സെറ്റ് ചെയ്യുന്നത്, ഒരു 700 ആണ് ഇനി കളർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ലാസ്റ്റിന്. ഇവിടെ കണ്ടില്ലേ അപ്പൊ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഷെയ്ഡിനനുസരിച്ചിട്ട് ഓരോന്നും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്. ലാസ്റ്റിന് നമ്മൾ ടെക്സ്റ്റ് കളർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ടെക്സ്റ്റ് കളറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ടെക്സ്റ്റ് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും സെറ്റ് ചെയ്യുന്നത്. എഗെയിൻ ഞാനിതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ഡെക്കറേഷൻസ് നോക്കാം. അതായത് നമ്മൾ ഇപ്പോ അണ്ടർലൈൻ കൊടുക്കാറുണ്ട്, ഓവർലൈൻ കൊടുക്കാറുണ്ട്, ലൈൻ ത്രൂ ഒക്കെ കൊടുക്കുന്നില്ലേ, അതെങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് അഗെയിൻ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടാബിലേക്ക് വരിക. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ഉണ്ട്, ഓവർലൈൻ ക്ലാസ് ഉണ്ട്, ലൈൻ ത്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഉണ്ട്, നോ അണ്ടർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ടെക്സ്റ്റിന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ അഗെയിൻ ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ടെക്സ്റ്റ് ഡെക്കറേഷൻ ആണ് കേട്ടോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ടെയിൽ വിൻഡ് അതിന്റെ ടെക്സ്റ്റ് കൊടുക്കാം. ഇനി ക്ലാസ് നമ്മൾ നേരത്തെ കണ്ട എല്ലാ ക്ലാസ്സിലെ ഫസ്റ്റ് അണ്ടർലൈൻ ക്ലാസ് കൊടുക്കാം. എന്നിട്ട് കോപ്പി ചെയ്തിട്ട് എല്ലാ ഓപ്ഷൻസും ഇവിടെ കൊടുക്കുക കേട്ടോ. ഇനി അണ്ടർലൈൻ കഴിഞ്ഞിട്ടുണ്ട്, ഓവർലൈൻ ക്ലാസ് നമുക്ക് കൊടുക്കാന്ന് കണ്ടു. അതുപോലെ തന്നെ ലൈൻ ത്രൂ ക്ലാസ് കൊടുക്കാം. ഈ അണ്ടർലൈനിന് തന്നെ നമുക്ക് കളർ അപ്ലൈ ചെയ്യാം. അതിന് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാസ് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ ഡെക്കറേഷൻ ഞാനിവിടെ പർപ്പിൾ 400 മാറ്റി 700 ഷെയ്ഡ് കൊടുക്കാം. അപ്പൊ അണ്ടർലൈനിന് നമുക്ക് കളർ അപ്ലൈ ചെയ്യാം. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ടെക്സ്റ്റിനും കളർ അപ്ലൈ ചെയ്യാം. ഞാൻ ഇൻഡിഗോ 400 ആണ് അപ്ലൈ ചെയ്യുന്നത്. എഗെയിൻ നമുക്ക് ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അണ്ടർലൈൻ വന്നിട്ടുണ്ട്, ഓവർലൈൻ വന്നിട്ടുണ്ട്. അണ്ടർലൈനും ഓവർലൈനും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ കണ്ടില്ലേ, അണ്ടർലൈൻ വന്നു, ഓവർലൈൻ വന്നിട്ടുണ്ട്, ലൈൻ ത്രൂ വന്നു. ലാസ്റ്റ് നമ്മൾ അണ്ടർലൈനും ടെക്സ്റ്റ് കളറും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ അണ്ടർലൈനും അതിനൊരു കളറും അതുപോലെ ടെക്സ്റ്റ് കളർ ഒക്കെ അപ്ലൈ ചെയ്തിട്ടില്ലേ. അപ്പൊ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സസ് യൂസ് ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം, അതിനെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാം, അതുപോലെ തന്നെ ടെക്സ്റ്റിനെയും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ടെക്സ്റ്റ് ഡെക്കറേഷൻസ്. അപ്പൊ ഇത് കൂടാതെ ഇപ്പൊ ഡെക്കറേഷൻ കളർ, ഡെക്കറേഷൻ സ്റ്റൈൽ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇപ്പൊ എല്ലാം ഞാൻ ഇതിൽ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇവരുടെ ഒരു ഡോക്യുമെന്റേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഞാൻ ഇതൊന്ന് കമന്റ് ചെയ്യും കേട്ടോ. ഫൈനലി നമുക്ക് എങ്ങനെയാണ് ആൻസൺ കളർ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അതായത് നിങ്ങൾ ചെക്ക് ബോക്സസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറില്ലേ. ഒരു ചെക്ക് ബോക്സ് നമ്മൾ സാധാരണ ഒരു HTML ചെക്ക് ബോക്സ്, ഇപ്പൊ ഞാനൊരു ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇൻപുട്ട് ടൈപ്പ് ഈസിക്കൽ ടു ചെക്ക് ബോക്സ് സെറ്റ് ചെയ്യുന്നു. ഈ ചെക്ക് ബോക്സ് നമ്മുടെ ഇന്റർഫേസിൽ വന്നൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ബോക്സ് വന്നിട്ടുണ്ട്. ടിക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ഡീഫാൾട്ട് ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു പ്രൈമറി കളർ വരും അല്ലെ. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ടിക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് ആൻഷ്യൻ കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ നേരത്തെ ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ട് കളർ ഒക്കെ കണ്ട പോലെ ആൻഷ്യൻ ഹൈഫൻ ഗ്രേ ഹൈഫൻ നിങ്ങൾക്ക് ഷെയ്ഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രേ അല്ല, കളർ ഹൈഫൻ നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് ആണോ വേണ്ടത് ആ ഷെയ്ഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സിങ്ക് കളർ ഒന്ന് അപ്ലൈ ചെയ്യാം, അല്ലെ ഗ്രീൻ കളർ ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ അഗെയിൻ ഇതിനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ആൻഷ്യൻ കളർ ഗ്രീൻ കൊടുക്കുന്നു. ഷെയ്ഡ് ഞാൻ 700 ആണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, അതിന്റെ ഡീഫാൾട്ട് ബിഹേവിയറിനെ ഓവർറൈഡ് ചെയ്തിട്ട് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കളറും ഷെയ്ഡും അപ്ലൈ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുപോലെ ഒരു ടെക്സ്റ്റ് ബോക്സും കൂടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. യെല്ലോ കൊടുക്കാം.
അപ്പൊ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഏത് കളറാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ കളറും ഷെയ്ഡും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അഗെയിൻ ഇതും കൂടി ഒന്ന് കമന്റ് ചെയ്യുവാണ്. ഇതാണ് ബിൽട്ടിൻ ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് കളേഴ്സും അതിന്റെ യൂട്ടിലിറ്റി ക്ലാസ്സും. ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെല്ലാം ഓവർ റൈഡ് ചെയ്യാം. അതായത് നമ്മുടെ കസ്റ്റം കളറും ഷെയ്ഡും ഒക്കെ അപ്ലൈ ചെയ്യാം. അതിന് നമ്മൾ കൊടുക്കുന്നത് ആർബിട്രറി വാല്യൂസ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ടെക്സ്റ്റിനാണ് കളർ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റിനാണ് നമ്മൾ കളർ കസ്റ്റമൈസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ക്ലാസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹൈഫൻ ഇട്ടിട്ടല്ലായിരുന്നു സാധാരണ കളറും ഷെയ്ഡും കൊടുക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് കളറിന്റെ ഹെക്സാഡെസിമൽ കോഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എഗെയിൻ ഞാനൊരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന് ക്ലാസ് ആയിട്ട് ടെക്സ്റ്റ് ഹൈഫൻ ഇട്ടിട്ട് നമുക്ക് ഏതാണോ കളർ വേണ്ടത് ആ കളർ കൊടുക്കാം. ഞാൻ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്, C0 എന്നുള്ള കളറാണ് കൊടുക്കുന്നത്. എഗെയിൻ ടെക്സ്റ്റ് ക്യാപ്ഷൻ ആയിട്ട് ടെയിൽ വിൻഡ് എന്ന് കൊടുക്കും. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കസ്റ്റം ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു കസ്റ്റം കളറാണ് ഇതിന് അപ്ലൈ ചെയ്ത് വന്നത്. നമുക്ക് അഗെയിൻ കളർ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അത്ര വിസിബിൾ അല്ലാത്തൊരു കളർ അല്ലേ. ഒരു CCC0 സെറ്റ് ചെയ്തു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് കളർ മാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറും ഇതുപോലെ ചേഞ്ച് ചെയ്യാം. അതായത് ഞാൻ അഗെയിൻ ഒരു ടെയിൽവിൻ ക്ലാസ് ക്യാപ്ഷൻ കൊടുക്കുന്നു. ക്ലാസ് ആയിട്ട് BG ഹൈഫൺ ഈ ഒരു FF0 എന്ന് പറഞ്ഞിട്ടുള്ള എടുക്കാം. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള ഫ്രെയിംവർക്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഹൈലി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണെന്ന്. ഇത്രയൊക്കെയാണ് ടെയിൽവിൻ CSSലെ കളേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ യൂട്ടിലിറ്റി ക്ലാസ്സസ്. അപ്പൊ എല്ലാ ക്ലാസ്സും അപ്പൊ നിങ്ങൾ ഇതിന്റെ ഡോക്യുമെന്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയ്ത ക്ലാസ്സും അത് കൂടാതെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും സ്റ്റൈലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കളർ, ബോർഡർ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ബോർഡർ കളറും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് ബോർഡർ സെറ്റ് ചെയ്തെടുക്കണേ. ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണ്. ഇനി അതിന് കളർ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിന് കോൾ ചെയ്യുക. ഹൈഫൺ ഇട്ടിട്ട് ഏതാണോ നിങ്ങൾക്ക് കളർ വരേണ്ടത്, ഞാനിവിടെ ഗ്രീനും അതിന്റെ ഷെയ്ഡും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്. ഈ പാരഗ്രാഫ് ടാഗിനെ രണ്ടിനെയും ഒന്ന് കമന്റ് ചെയ്യുവാണ്. ഇനി നിങ്ങൾക്ക് ഹൈറ്റും വിട്ടും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹൈറ്റും ആണ് കൊടുക്കണമെങ്കിൽ H എന്ന് കൊടുത്താൽ മതി. ഞാൻ ഹൈറ്റ് ഒരു 100 സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഡിവിഷന്റെ അകത്ത് ഞാൻ എന്തെങ്കിലും നേരത്തെ കൊടുത്ത പോലെ ഒരു ടെയിൽവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റും കൂടെ കൊടുക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഹൈറ്റിൽ ആ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ ഈ കളർ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുവാണ്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ HTML എലമെന്റ്സിന് സ്പേസിംഗ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. സ്പേസ് നമ്മൾ സാധാരണ ഇങ്ങനെ സെറ്റ് ചെയ്യാറ് CSSൽ പാഡിങ്ങോ മാർജിനോ യൂസ് ചെയ്തിട്ടല്ലേ. അപ്പൊ രണ്ട് ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറിന് BG എന്ന് പറയുന്ന പോലെ മാർജിന് M എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണ്. ഹൈഫൻ ഇട്ടിട്ട് എത്രയാണോ നമുക്ക് മാർജിൻ വേണ്ടത് അത് പിക്സലിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം, എക്സ് ആക്സിന്റെ മാർജിൻ, വൈ ആക്സിന്റെ മാർജിൻ അതൊക്കെ സെറ്റ് ചെയ്യാം. അതാണ് MX, MY, MS, ME, MT, MR ഇത്രയുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് മാർജിൻ എന്നാണ് ഹെഡിങ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ഡിവിഷനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾ അറൌണ്ട് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഇത്രയും മാർജിൻ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാനൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് എല്ലാ സൈഡിനും മാർജിൻ സെറ്റ് ചെയ്യണം. സോ ഓൾ അറൌണ്ട് എന്നാണ് ക്യാപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നേരത്തെ കണ്ട പോലെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടു M ഹൈഫൺ ഞാനൊരു 4 ആണ് മാർജിൻ പിക്സലിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും കൂടെ കൊടുക്കാം. BG ലൈൻ 500 കൊടുക്കുക. ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് അപ്പൊ ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലും, അതായത് നമ്മൾ
സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഏത് സൈഡിനാണ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിലും ഈ മാർജിൻ അപ്ലൈ. അപ്പം ലെഫ്റ്റിന്ന് റൈറ്റിൽ നിന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിൽ നിന്നൊക്കെ ഈ ഒരു 4 പിക്സൽ മാർജിൻ സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വൈ ആക്സിസിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വൈ ആക്സിസിന് സെറ്റ് ചെയ്യുമ്പോൾ ടോപ്പും ബോട്ടവും ഈ മാർജിൻ വന്ന് സെറ്റ് ആവും. അതുപോലെ തന്നെ എക്സ് ആക്സിസിന് സെറ്റ് ചെയ്യാം. എക്സ് ആക്സിസിന് സെറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ഈ 4 മാർജിൻ സെറ്റ് ആവും. നമുക്ക് വൈ ആക്സിസിന് ഒരു 6 കൊടുക്കാം. എക്സ് ആക്സിസിന് ഒരു 8 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ബോട്ടം ടോപ്പ് ഇത്രയെണ്ണത്തിന് കൊടുക്കുവാണ്. അപ്പം ലെഫ്റ്റിനാണെങ്കിൽ ML നമ്മൾ നേരത്തെ ഡോക്യുമെന്റേഷനിൽ കണ്ടില്ലേ. അതുപോലെ റൈറ്റിനാണ് MR, പിന്നെ ടോപ്പിന് MT, ബോട്ടത്തിന് MB. അപ്പൊ ഇവര് കറക്റ്റ് ആയിട്ട് ആ ഒരു ക്ലാസ് നെയിം ആ റിക്വയർമെന്റിനനുസരിച്ച് മാപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓർത്തിരിക്കാനും എളുപ്പമാണ് കേട്ടോ. അതേപോലെ തന്നെ ഡിവിഷന്റെ ക്യാപ്ഷൻ ഞാനൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. വൈ ആക്സസ് കൊടുക്കുന്നു. ഇനി നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ആണ്. ആദ്യം ഓൾ അറൌണ്ട് എല്ലാ സൈഡിനും മാർജിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈ ആക്സിസിന് അതായത് ടോപ്പും ബോട്ടവും, ഇവിടെ എക്സ് ആക്സിസിന് അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഇനി ഇത് ലെഫ്റ്റ് മാർജിൻ, ഇത് റൈറ്റ് മാർജിൻ, ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇത് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുക. അപ്പൊ ഓരോ ഡിവിഷനായിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ എല്ലാ സൈഡിനും ഫസ്റ്റ് നമ്മൾ ഓൾ അറൌണ്ട് സ്പെസിഫിക് ആയിട്ട് ഡയറക്ഷൻ കൊടുക്കാത്തതുകൊണ്ട് എല്ലാ സൈഡിനും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടാമത്തത് വൈ ആക്സിസിന് മാർജിൻ ആയതുകൊണ്ട് ടോപ്പും ബോട്ടം ആണ്. മൂന്നാമത്തത് ലെഫ്റ്റ് റൈറ്റ്, ഈ ലെഫ്റ്റിന് റൈറ്റിന് ടോപ്പിന് ബോട്ടം. കണ്ടില്ലേ. അപ്പൊ ഈ മാർജിൻ ആണ് സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്. ഇത്രയും ക്ലാസ്സസ് ആണ്. ഇത് കൂടാതെയും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പാഡിങ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. പാഡിങ്ങും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് ഓൾ അറൌണ്ട് സെറ്റ് ചെയ്യാം. അതേപോലെ എക്സ്, വൈ, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം ഇത്രയും ആക്സിസിനും സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് പിക്സലില്, REMല് നിങ്ങൾക്ക് ഏതിലാണോ വേണ്ടത് ആ ഒരു മെഷർമെന്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. എഗെയിൻ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ക്ലാസ് പാഡിങ് സെറ്റ് ചെയ്യുന്നത് PL അതിന്റെ ക്ലാസ് നെയിം. ഓൾ അറൌണ്ട് ആണെങ്കിൽ ജസ്റ്റ് P മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ സൈസും സെറ്റ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നുണ്ട്. ലൈം ഒരു 300 ആണ് കൊടുക്കുന്നത്. ഞാൻ ഒന്ന് കോപ്പി ചെയ്തിട്ട് നേരത്തെ നമ്മൾ മാർജിനിൽ ചെയ്ത പോലെ തന്നെ അതിന്റെ ഡയറക്ഷൻ സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ P എക്സ് ആക്സിസ് എക്സ് കൊടുക്കുക. രണ്ടാമത്തത് വൈ ആക്സിസ്. അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ഷെയ്ഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക കേട്ടോ. വൈ ആക്സിസ് കൊടുക്കുന്നു. അപ്പൊ എല്ലാ ഡയറക്ഷനിലും നമ്മൾ പാഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറിന്റെ ഷെയ്ഡ് ഒന്ന് വേരി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ നമുക്ക് ബ്രൗസറിൽ വന്ന് ഞാൻ ഈ പ്രീവിയസ് മാർജിന്റെ പോർഷൻ ഒന്ന് കമന്റ് ചെയ്യുവാണ്. ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഫസ്റ്റ് ടെക്സ്റ്റിന് എല്ലാ ഡയറക്ഷനിലും പാഡിങ് സെറ്റ് ആയിട്ടുണ്ട്. അതായത് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് എല്ലാ ഡയറക്ഷനിലും എക്സ് ആക്സിസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാർജിൻ അതായത് ലെഫ്റ്റും റൈറ്റും സൈഡിൽ ടെക്സ്റ്റിന് വന്നിട്ടുണ്ട്. ഇനി ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് ബോട്ടം, ടോപ്പും വന്നിട്ടുണ്ട്. ഇനി ഇത് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം. അപ്പൊ എല്ലാ ഡയറക്ഷനിലും ടെക്സ്റ്റിന് പാഡിങ് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി സ്പേസിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ലാസ്റ്റ് വൺ സ്പേസ് ബിറ്റ്വീൻ ആണ്. അതായത് സ്പേസ് ബിറ്റ്വീൻ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു കണ്ടെയ്നർ എലമെന്റ്സും അതിന്റെ ചൈൽഡ് എലമെന്റും ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് ഒരു പാരന്റ് ഡിവിഷനും അതിൽ മൾട്ടിപ്പിൾ ചൈൽഡ് ഡിവിഷനും ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അപ്പൊ ഈ ചൈൽഡ് എലമെന്റ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് സ്പേസ് സെറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ ഈ ചൈൽഡ് എലമെന്റ് ഡിസ്പ്ലേ ചെയ്യാം. ഒന്നെങ്കിൽ കോളം ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം, ഇല്ലെങ്കിൽ റോ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം.
അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ എലമെന്റ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് ആണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കണ്ടെയ്നർ സെക്ഷനിൽ നോക്കൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്കിത് യൂസ് ചെയ്യാം. അതായത് ഇതുപോലെ പാരന്റ് ചൈൽഡ് വരുന്ന സമയത്ത് കണ്ടെയ്നർ എലമെന്റിന് ഈ ക്ലാസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ക്ലാസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് സ്പേസ് നമ്മൾ എക്സ് ആക്സിസിലാണ് സ്പേസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ, അതായത് ഹൊറിസോണ്ടൽ സ്പേസ് ആണ് ചൈൽഡ് എലമെന്റ്സിന്റെ ഇടയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എക്സ് എന്ന് കൊടുക്കുക. എത്രയാണോ സ്പേസ് വരേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വൈ ആണെങ്കിൽ സ്പേസ് വൈ കൊടുത്തിട്ട് എഗെയിൻ അതിന്റെ സ്പേസ് കൊടുക്കുക. ഇനി അതേപോലെ ഫ്ലെക്സ് നിങ്ങൾക്ക് വൈ ആക്സിസിൽ, അതായത് കോളം വൈസ് ആണ് സെറ്റ് ചെയ്ത് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് കോളം ക്ലാസ്സും കൂടെ യൂസ് ചെയ്യണം. ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ എഗെയിൻ ഈ പാഡിങ്ങിന്റെ കോഡ് ഒന്ന് കമന്റ് ചെയ്യുവാണ്. h1 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്പേസ് ബിറ്റ്വീൻ എക്സ് എന്ന് പറഞ്ഞിട്ട് കമന്റ് കൊടുക്കുകയാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു പാരന്റ് ഡിവിഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് 3 ചൈൽഡ് ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. 1, 2, 3 എന്ന് പറഞ്ഞതിന്റെ ക്യാപ്ഷനും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടെയ്നർ എലമെന്റിന്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് യൂസ് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അത് എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അത് ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഹൊറിസോണ്ടൽ സ്പേസ് അല്ലേ എലമെന്റ്സിന്. അപ്പൊ സ്പേസ് എക്സ് ആക്സിസിന്റെ സ്പേസ് ആണ്, സ്പേസ് 4 ആണ് വരേണ്ടത്. നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എഗെയിൻ നമുക്ക് ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്തൊക്കെ അപ്പൊ കണ്ടില്ലേ, കറക്റ്റ് നമ്മളെ കൊടുത്തിരിക്കുന്ന 4 സ്പേസ് സെറ്റ് ആയിട്ടുണ്ട്. എലമെന്റ്സ് ഹൊറിസോണ്ടലി അലൈൻഡ് ആയിട്ടുണ്ട്. ഇനി എനിക്കിത് വെർട്ടിക്കലി ആണ് അലൈൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് കോളം ക്ലാസ്സും അതുപോലെ തന്നെ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് സ്പേസ് വൈ ക്ലാസ്സും യൂസ് ചെയ്താൽ മതി. എഗെയിൻ ഞാനിതൊന്ന് കമന്റ് ചെയ്യുവാണ്. ഒരു h1 ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ കണ്ടെയ്നർ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് ആയിട്ട് ഫ്ലെക്സ് യൂസ് ചെയ്യുക. അതേപോലെ വെർട്ടിക്കലി അലൈൻ ചെയ്തുകൊണ്ട് ഫ്ലെക്സ് കോളം യൂസ് ചെയ്യുക. എഗെയിൻ സ്പേസ് വൈ ആക്സിസ് സ്പേസ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 4 ആണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ചൈൽഡ് ഡിവിഷൻ ഇവിടേക്ക് ഒന്ന് കോപ്പി ചെയ്തിടുവാണ്. ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചൈൽഡ് എലമെന്റ്സ് വെർട്ടിക്കലി അലൈൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന 4 സ്പേസ് ആ ഓരോ ചൈൽഡ് എലമെന്റിന്റെ ഇടയിൽ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ടെയിൽവിൻ CSS സ്പേസിങ്ങിന് യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ക്ലാസ്സസ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആർബിട്രറി സ്പേസും സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ആർബിട്രറി ആയിട്ട് മാർജിൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഓൾ അറൗണ്ട് ആണ് കൊടുക്കുന്നത്. ക്ലാസ് എം ഓൾ അറൗണ്ട് സെറ്റ് ആവുമല്ലോ. നമ്മൾ ആർബിട്രറി കളർ സെറ്റ് ചെയ്ത പോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേണം നമുക്ക് എത്രയാണോ വരേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ 4 പിക്സൽ, എനിക്ക് പിക്സലാണ് വരേണ്ടത്, 4 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ കണ്ടില്ലേ, ഓൾ അറൗണ്ട് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന 4 പിക്സൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 4 എല്ലാ സൈഡിലും വന്നിട്ടുണ്ട്. ഇത്രയുള്ള സ്പേസിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ ക്ലാസ്. ഇത് കൂടാതെ ഇവര് പിക്സൽ, ME, REM ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ടൈപ്പോഗ്രഫി, സൈസിങ്, പൊസിഷനിങ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാ സെറ്റ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. CSS ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്